ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം. ജ്ഞാനജിജ്ഞാസുക്കൾക്ക് വിനീത നമസ്കാരം. വർക്കല നാരായണ ഗുരുകുലം ഗുരു മുനിനാരായണ പ്രസാദ സ്വാമി രചിച്ച അറിവിന്റെ ആദ്യപാഠങ്ങൾ എന്ന ഗ്രന്ഥം വായന തുടരുന്നു. പാഠം 24 ജനന മരണങ്ങൾ. ഗുരുജി പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങ് അവിദ്യയെ പറ്റി പറഞ്ഞു. അതിനെപ്പറ്റി ഞാൻ വീണ്ടും ചിന്തിച്ചു നോക്കുകയായിരുന്നു. വിദ്യാഭ്യാസം എന്ന പേരിൽ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും നിന്ന് നേടുന്നത് യഥാർത്ഥ വിദ്യ അല്ലെന്ന് എനിക്കിപ്പോൾ വ്യക്തമായി. വിദ്യ എന്ന പേരിൽ അവിദ്യയാണ് നമ്മൾ നേടുന്നത്. ഒരാഴ്ചക്കാലത്തെ ചിന്ത ഈ ധാരണ എന്നിൽ ഉറപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. താൻ പറഞ്ഞത് ശരിയാണ്. അത് നമ്മളെ ഒരു ഇരുട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതായും കണ്ടു. ഒരാളല്ല, ലോകത്തിലുള്ള സകലരും ആ ഇരുട്ടിലേക്ക് സ്വയം നീങ്ങുകയാണ്. മനുഷ്യരാശിയും ലോകം മുഴുവനും ഒരു ഇരുട്ടിലേക്ക് നീങ്ങുകയാണ്. അതെങ്ങനെ? ആധുനിക ശാസ്ത്രവും അതിനെ അടിസ്ഥാനമാക്കിയുള്ള ടെക്നോളജികളുമാണല്ലോ ഇന്നത്തെ പ്രധാന പഠന വിഷയങ്ങൾ. അതിലെ കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ടതാണ് പരമാണുക്കളുടെ ഉള്ളറ രഹസ്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ശൂന്യാകാശ പഠനങ്ങളും അതിലെ കണ്ടെത്തലുകളും. എന്നാൽ ഈ കണ്ടെത്തലുകൾ പ്രയോജനപ്പെടുത്തുന്ന കാര്യം വരുമ്പോൾ അതിൽ മനുഷ്യന് ഒരു വിലയുമില്ലാതായി പോകുന്നു. ഈ ഭൂഗോളത്തെ മുഴുവൻ എത്രയോ പ്രാവശ്യം ചാമ്പലാക്കാൻ ശക്തിയുള്ള അണ്വായുധങ്ങൾ കൂമ്പാരം കൂട്ടി വെച്ചിട്ട് എപ്പോഴാണത് പ്രയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ കാത്തിരിക്കുന്നവരാണ് ലോകത്തെ ഭരിക്കുന്ന നേതാക്കന്മാർ. ഉപയോഗിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ഭീമമായ തുക മുടക്കി അതെല്ലാം ഉണ്ടാക്കേണ്ടതില്ലല്ലോ. സ്വയം വംശനാശം വരുത്താനാണ് മനുഷ്യൻ ശാസ്ത്രീയ നേട്ടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് സാരം. ഇപ്പോൾ സ്റ്റാർ വാർ ടെക്നോളജികളും വികസിപ്പിക്കുന്നുണ്ട്. ലോകത്തെ വരുതിയിൽ നിർത്താൻ കഴിവുള്ള രാജ്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ തീരെ വിലയില്ലാതായിത്തീരുന്നത് മനുഷ്യൻ മാത്രമാണ്. ഇത് ഇരുട്ടിലേക്ക് സ്വയം നീങ്ങുന്ന സ്വഭാവമല്ലാതെ മറ്റെന്താണ്? അങ്ങ് പറയുന്നത് ശരിയാണ്. വിദ്യ നമ്മളെ കൂരിരുട്ടിലേക്ക് തള്ളി അവിദ്യ നമ്മളെ കൂരിരുട്ടിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴും നമ്മൾ അഭിമാനിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസമുള്ളവരാണെന്നാണ്. അപ്പോൾ വിദ്യ എന്നത് അറിവിന്റെ ഇല്ലായ്മ മാത്രമല്ലെന്ന് വരുന്നു. എങ്ങനെയാണ് അവിദ്യയെ നിർവചിക്കേണ്ടത്? നമ്മൾ ഈ ഉപനിഷത്തിൽ നേരത്തെ കണ്ടല്ലോ, ഈശ്വരാണ് അഥവാ ആത്മാവാണ് പരമമായ സത്യമെന്ന്. അതായത് ആ സത്യമാണ് നമ്മൾ ഉൾപ്പെടെ സകലതുമായി കാണപ്പെടുന്നത്. അങ്ങനെ ആത്മാവാണ് സത്യം, ഇക്കാണുന്നതൊന്നും സ്വയം സത്യമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാക്കുന്നതേതോ അതാണ് വിദ്യ. വിദ്യയുടെ വിപരീതമാണ് അവിദ്യ. ഇക്കാണുന്നതൊക്കെ തന്നെയാണ് സത്യം, അതിനപ്പുറം അജ്ഞാതമായിരിക്കുന്ന ഒരു സത്യമില്ല എന്ന തോന്നൽ ഉണ്ടാക്കി തീർക്കുന്നതേതോ അതാണ് അവിദ്യ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മാവാണ് സത്യം, അനാത്മാവല്ല സത്യം എന്ന അറിവുണ്ടാക്കുന്നതാണ് വിദ്യ. അനാത്മാവാണ് സത്യം, ആത്മാവല്ല സത്യം എന്ന അറിവുണ്ടാക്കുന്നതാണ് അവിദ്യ. ഈ നിർവചനങ്ങൾ നൽകിയിട്ടുള്ളത് നാരായണ ഗുരുവാണ് ദർശനമാല എന്ന സംസ്കൃത കൃതിയിൽ. വിദ്യയെയും അവിദ്യയെയും ഉപനിഷത്തിൽ നിർവചിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാലും ഈ വാക്കുകൾ മിക്ക ഉപനിഷത്തുകളും പ്രയോഗിക്കുന്നുണ്ട്. ഗുണങ്ങൾ, ഗുണി എന്നിവയെ വകതിരിച്ച് കണ്ടുകൊണ്ട് സത്യനിർണയം ചെയ്യുന്ന രീതി നേരത്തെ പഠിച്ചല്ലോ. അതുമായി ബന്ധപ്പെടുത്തി വിദ്യയെയും അവിദ്യയെയും മനസ്സിലാക്കാമോ? മനസ്സിലാക്കാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ
നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനുമൊക്കെ ഗോചരമായിരിക്കുന്നത് ഗുണങ്ങൾ മാത്രമാണെന്ന് കാണാം. ഈ ഗുണങ്ങളെല്ലാം ആർക്ക് അല്ലെങ്കിൽ എന്തിനുള്ളതാണോ ആ ഗുണിയെ ആരും കാണുന്നില്ല. അത് അദൃശ്യവും അജ്ഞാതവുമായി വർത്തിക്കുന്നതേ ഉള്ളൂ. ഗുണിയില്ലാതെ ഗുണങ്ങൾ ഉണ്ടായിരിക്കുകയുമില്ല. ഗുണിയാണ് സത്യം. ആ സത്യത്തിന്റെ ഗുണങ്ങൾ മാറി മാറി വരാം. ആ ഗുണങ്ങളുടെ ആകെത്തുകയാണ് ലോകമായി നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവമാകുന്നത്. ഗുണിയായ സത്യത്തെ ആകട്ടെ ആരും കാണുന്നില്ല, അറിയുന്നുമില്ല. അതുകൊണ്ട് അത് അദൃശ്യവും അജ്ഞേയവുമാണെന്ന് പറഞ്ഞു പോരുന്നു. ദൃശ്യമായ അഥവാ അനുഭവഗോചരമായ സകലതിനെയും ചേർത്ത് ഉപനിഷത്തുകളിൽ രൂപം എന്ന വാക്കുകൊണ്ടാണ് വിളിച്ചു പോരുന്നത്. രൂപങ്ങൾക്കെല്ലാം ഓരോ പേരും നമ്മൾ കൊടുക്കും. പേര് കേട്ടാൽ രൂപം ഓർമ്മ വരും, രൂപം കണ്ടാൽ പേര് ഓർമ്മ വരും. പേരിനെ നാമം എന്ന് വിളിക്കും. അങ്ങനെ നാമവും രൂപവും ചേർന്നതാണ് ലോകം എന്ന് പറഞ്ഞു പോരുന്നു. നാമരൂപാത്മകമാണ് ലോകം എന്ന് അങ്ങനെ കരുതാനിടയായി. നാമത്തിന്റെയും രൂപത്തിന്റെയും കൂടെ അവ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആശയത്തെ അഥവാ പ്രതിഭയെ കൂടി ഉൾപ്പെടുത്തിയാൽ ലോകത്തിന്റെ ചിത്രം പൂർണ്ണമായി. അങ്ങനെ ഒരു ചിത്രം നാരായണഗുരു അവതരിപ്പിക്കുന്നുണ്ട് അദ്വൈത ദീപിക എന്ന കൃതിയിൽ. ലോകത്തിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളും രൂപങ്ങളുടെ തലത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ജനന മരണങ്ങളും ഈ മാറ്റങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഈ ഗുണങ്ങൾക്കെല്ലാം ഗുണിയായിരിക്കുന്ന സത്യമാകട്ടെ മാറ്റമില്ലാതെ തുടരുന്നു. അതായത് അതിന് ജനന മരണങ്ങൾ ഇല്ല. ജനനം സന്തോഷകരമാണ്, മരണം ദുഃഖകരവും. രണ്ടും ഗുണങ്ങളുടെ അഥവാ നാമരൂപങ്ങളുടെ തലത്തിൽപ്പെട്ടതാണ് താനും. സകലത്തിലും വ്യാപിച്ചു നിറഞ്ഞിരിക്കുന്ന സത്യമായ ഗുണിയെ ആത്മാവെന്ന് നേരത്തെ വിളിച്ചത് ഓർമ്മയുണ്ടല്ലോ. ആതതമായിരിക്കുന്നത് കൊണ്ടാണ്, അതായത് സകലത്തിലും ഓരോരുത്തരിലും വ്യാപിച്ചു നിറഞ്ഞിരിക്കുന്ന സത്യമെന്ന നിലയിലാണ് ആത്മാവെന്നതിനെ വിളിച്ചു പോരുന്നത്. ആപ്നോതി ഇതി ആത്മാ. സകലതുമായി സദാ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മം എന്ന വാക്കും ഉപയോഗിക്കും. ബ്രഹ്മഹതി ഇതി ബ്രഹ്മ. സകലതിനും ഗുണിയായിരിക്കുന്ന ഈ ഏക സത്യത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ വിദ്യയെ ആശ്രയിക്കും. ഗുണങ്ങളല്ല, ഗുണിയാണ് സത്യം. ഗുണങ്ങളുടെ ആകത്തുകയാണ് ലോകം. അവിടെ മാറ്റങ്ങളുണ്ട്, ജനന മരണങ്ങളുണ്ട്. ജനന മരണങ്ങളുടെ ലോകമാണ് സത്യമെന്ന് കരുതി അതിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർ അവിദ്യയെ ആശ്രയിക്കും. അപ്പോൾ വിദ്യയെയും അവിദ്യയെയും ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പറയാമോ? അവിദ്യയെ ആശ്രയിക്കുന്നവർ ജനന മരണങ്ങൾ സത്യമാണെന്ന് തോന്നുന്ന ലോകത്തെ അറിഞ്ഞ് അതിന്റെ ഭാഗമായി ജീവിക്കും. അവർക്ക് ജനന മരണങ്ങൾ സത്യമാണ്. വിദ്യയെ ആശ്രയിക്കുന്നവർ ജനന മരണങ്ങൾ ഇല്ലാതെ സത്യത്തെ അറിഞ്ഞ് അതിന്റെ ഭാഗമായി ജീവിക്കും. അവർ ജനന മരണങ്ങളെ സത്യമായി കാണാതെ അതിനതീതരായി ജീവിക്കും. ഞാൻ ജനന മരണങ്ങളില്ലാത്ത സത്യമാണ് എന്ന ഉണർവോടുകൂടി ജീവിക്കും. മനുഷ്യന് മർത്യൻ എന്ന ഒരു പേരുണ്ട്. മരണമുള്ളവൻ എന്നാണ് അതിനർത്ഥം. സകല ജീവജാലങ്ങളും മരിക്കുമെങ്കിലും മരണഭയവുമായി ഓരോ നിമിഷവും ജീവിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്.
അതുകൊണ്ടായിരിക്കാം മനുഷ്യനെ മാത്രം മർത്യനെന്ന് വിളിക്കാനിടയായത്. മരണമില്ലാത്ത അവസ്ഥയെ അമൃതത്വം എന്ന് വിളിക്കും. അമൃതത്വം പ്രാപിച്ചവർ സ്വന്തം ശരീരത്തിന്റെ ഉൽപ്പത്തിയെയും നാശത്തെയും കാണുന്നത് കടലിൽ തിരകൾ ഇളകുന്നതിനും അമരുന്നതിനും തുല്യമായിട്ടാണ്. എല്ലാ തിരകളും വാസ്തവത്തിൽ കടലാണ് അഥവാ വെള്ളമാണ്. തിര ഉയരുന്നതും അമരുന്നതും വെള്ളത്തിന്റെ ജനനമോ മരണമോ അല്ല. തിരയാണ് ഞാൻ എന്ന് തിര കരുതിയാൽ അതിന് ജനന മരണങ്ങളുണ്ട്. വെള്ളമാണ് ഞാൻ എന്ന് തിരയറിഞ്ഞാൽ അതിന് ജനന മരണങ്ങളില്ല. അത് അമൃതമാണ്. അതുപോലെ ഞാൻ ഇന്ന പേരോടുകൂടിയ ഇന്നാരാണ് എന്ന് ഒരാൾ കരുതിയാൽ അയാൾക്ക് ജനന മരണങ്ങളുണ്ട്. ഞാൻ ഗുണിയായ പരമസത്യമാണ്, ആത്മാവാണ് എന്നറിഞ്ഞാൽ അമൃതനായി കഴിഞ്ഞു. തന്റെ രൂപവും നാമവും ഇല്ലാതായാലും തന്നിലെ സത്യം തുടർന്ന് നിലനിൽക്കുമെന്ന് അയാൾ അറിയുന്നു. ഞാൻ ഇന്നാരാണ് എന്ന അറിവുണ്ടാക്കി തീർക്കുന്ന അറിവ് അവിദ്യ മുഖാന്തരം ഉണ്ടാകുന്നതാണ്. അത് മനുഷ്യനെ മരണമുള്ളവനാക്കി തീർക്കും. ഞാൻ ആത്മസത്യമാണ് എന്ന അറിവ് വിദ്യയെ ആശ്രയിച്ചാൽ ഉണ്ടാകുന്നതാണ്. അത് അമൃതത്വം കൈവരുത്തും. അവിദ്യയിൽപ്പെട്ടിരിക്കുന്നവരാണ് എന്റെ മരണശേഷം എന്ത് എന്ന ചോദ്യം ചോദിച്ചിട്ട് ഉത്തരമില്ലാതെ വിഷമിക്കുന്നത്. വിദ്യയെ ആശ്രയിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചോദ്യമേയില്ല. പാഠം 24 അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്തേ.